നിഷേധിക്കാൻ പറ്റില്ല. നിങ്ങൾ കണ്ടോളി. ഇനി മൗലൂദിൽ പലതും ഉണ്ട്. മൗലൂദിൽ എന്താ ഉള്ളതെന്നൊക്കെ സ്വഹാബികളെ മൗലൂദിൻ്റെ ഉള്ളിൽ അത്രയൊന്നും മങ്കൂസിലില്ല. മനസ്സിലായില്ല? സ്വഹാബികളുടെ മൗലൂദിലുള്ള അത്രയൊന്നും നമ്മളെ മങ്കൂസിൽ ഇല്ല. അവിടെ ഇവിടെയൊക്കെ ഒന്ന് രണ്ട് ലഫ്ളേ ഉള്ളൂ. സ്വഹാബികളെ മൗലൂദ് മൊത്തം നമ്മളെ റേഞ്ചിന് അപ്പുറത്താണ്. കേട്ടോ കേട്ടോ, മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്താണ് അവരുടെ മദ്ഹ് നിങ്ങൾ ചിന്തിക്കുക. ഹസ്സാന്റെ ചില വരികൾ ചെല്ലാം. മതാ യബ്ദു ഫിദ്ദാജിൽ ബഹീമി ജബീനുഹു യലൂഹു മിസ്ല മിസ്ബാഹിദ് ദാജിൽ മുതവഖദി ഫമൻ കാന ഔ മൻ ഖദ് യകൂനു കഅഹ്മദ നിളാമുൽ ലിഹഖിന്നൗ ലക്നകാലുൽ ലിമുൽഹിദി. താഴെ ഇരിക്കുന്നുണ്ട് മുത്ത് മുഹമ്മദ് മുസ്തഫ. ഫതബസ്സമ ളാഹികൻ, നബി ചിരിച്ചുകൊണ്ടിരിക്കുക. എന്താ ചെല്ലുന്നത്? ഫമൻ കാന മതാ യബ്ദു ഫിദ്ദാജിൽ ബഹീമി ജബീനുഹു യലൂഹു മിസ്ല മിസ്ബാഹി ദാജിൽ മുതവഖദി അവിടുത്തെ നെറ്റിത്തടം, അവിടുത്തെ മുഖം, അവിടുത്തെ പരിശുദ്ധമായ വദനമുണ്ടല്ലോ, ആ വദനം ഇരുളടഞ്ഞ കറുകറുത്ത ഇരുട്ടിൽ പോലും തെളിഞ്ഞു കാണുമല്ലോ. അങ്ങനെ പാടല്ല ഹസ്സാനെ എന്ന് മുത്തുനബി പറഞ്ഞില്ല. ഇതാണ് ഇന്ന ബൈതൻ ليس محتاجا إلى سرج وجهك والله حجتنا يوم فمن كان متى يبدو في الداج البهيم. ദാജ് എന്ന് പറഞ്ഞാൽ തന്നെ രാത്രി, ബഹീം കറുകറുത്ത രാത്രി. മതാ യബ്ദു ഫി الداج البهيم جبينه കൂരാക്കൂരി ഇരുട്ടിൽ കത്തിച്ചു പിടിച്ച വിളക്ക് പോലെ ഉണ്ടാവും മുത്തുനബിയുടെ നെറ്റിത്തളം, അവിടുത്തെ വദനം. സുബ്ഹാനല്ലാഹ്, മനസ്സിലായി? ഇന്ന ബൈതൻ ലൈസ മുഹ്താജൻ ഇല സുറുജി, അവിടെ പിന്നെ വിളക്കിന്റെ ആവശ്യമില്ല. ആരാ പറയുന്നത്? ഹസ്സാന്. ആരാ തലയാട്ടുന്നത്? മുഹമ്മദ് മുസ്തഫ. വഹാബി, നിനക്ക് പണി നോക്കാം, നിനക്ക് പണി നോക്കാം. ഇതൊക്കെ പറഞ്ഞു കേട്ട് ഞങ്ങൾ ഈ പണി നിർത്തിയിരുന്നെങ്കിൽ പരിശുദ്ധ ഇസ്ലാമിനെ ഇവിടെ കുളം തോണ്ടുമായിരുന്നു. എന്താണ് ഇവിടെ ഉലമാ ചെയ്തത് എന്ന് ചിന്തിക്കണം. ഉലമാ ഇല്ലാത്ത കാലഘട്ടത്തിൽ, പണവും സൗകര്യവും ഇല്ലാത്ത കാലഘട്ടത്തിൽ, കിതാബ് വേണ്ടത്ര ലഭിക്കാത്ത കാലത്ത്, അന്ന് ഇവിടെ ബഹറുൽ മദീന എന്ന കിതാബൊന്നും കിട്ടൂല. ഇന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് നെറ്റ് അടിച്ചാൽ ആയിരക്കണക്കായ കിതാബ് കിട്ടും. മക്തബത്ത് ഷാമിലെ പോലെയുള്ള PDF-ലേക്ക് കയറിയാൽ 70,000 ലക്ഷം കിതാബ് നമുക്ക് കിട്ടും. എന്നാൽ നമ്മളെ മുൻഗാമികളായ സ്വാലിഹീങ്ങൾക്ക് അവരെ ഹൃദയത്തിന്റെ കിതാബല്ലാതെ വല്ലാത്ത കിതാബൊന്നും അവർക്ക് കിട്ടുകയില്ല. നിങ്ങൾ ചിന്തിക്കണം. എന്നിട്ട് ആയുധമില്ലാതെ അവർ സമരം ചെയ്തു. ഇന്ന് നമ്മൾ ആയുധമുണ്ടായിട്ടും സമരം ചെയ്യാൻ തയ്യാറല്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ചിന്തിക്കും.